ജ്യോതിഷപങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു കേതു മാറ്റത്തെക്കുറിച്ചാണ്. 2025 മെയ് മാസം 18 അതായത് കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 4 ഞായറാഴ്ച രാത്രി 9:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ്. രാഹുവും കേതുവും 18 മാസമാണ് അങ്ങനെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സ്ഥിതി ചെയ്യുക. അങ്ങനെ ഈ 18 മാസം സ്ഥിതി ചെയ്യുമ്പോൾ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാഹുവിന്റെ അല്ലെങ്കിൽ കേതുവിന്റെ സ്ഥിതി കൊണ്ട് വന്നു ചേരാവുന്ന കാര്യങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഇവ രണ്ടും വക്രത്തിൽ സഞ്ചരിക്കുക, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. മറ്റുള്ള ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് മാത്രം ഇവ രണ്ടും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ്. എപ്പോഴും പല വിധത്തിലുമുള്ള കഷ്ടതകളോ നഷ്ടങ്ങളോ ഒക്കെ വരും. എന്നിരുന്നാൽ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ ധനം കൊണ്ടുത്തരുന്നതിനും പേരും പ്രശസ്തിയും കൊണ്ടുത്തരുന്നതിനും അത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് തരുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ലോപവും ഇല്ലാതെ ധാരാളം തരികയും ചെയ്യുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതു. അങ്ങനെയുള്ള ഈ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് രാശിയിലാണോ ആ രാശിയുടെ അധിപന്റെ സ്ഥിതി സ്വഭാവ സവിശേഷതകൾ കൂടി പ്രവർത്തിക്കും. അപ്പോൾ രാഹു ഇപ്പോൾ 18 മാസം ഇനി സ്ഥിതി ചെയ്യുന്നത് ശനിയുടെ ഗ്രഹത്തിലാണ്, കുംഭം രാശി. കേതു സ്ഥിതി ചെയ്യുന്നത് ചിങ്ങൻ രാശിയിൽ, അതിന്റെ അധിപൻ ആദിത്യനാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദിത്യൻ ഒരു ക്രൂരഗ്രഹമാണ്, ശനിയും ഒരു പാപഗ്രഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ഒക്കെയുള്ള ദോഷങ്ങൾ കൂടുകയാണ് പതിവ്. കേതു ചൊവ്വായുടെ സ്വഭാവവും രാഹു ശനിയുടെ സ്വഭാവവും കാണിക്കും എന്നും ഒരു പ്രമാണം ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. മകരം രാശിക്കാർക്ക് ധനസ്ഥാനമായ 2-ാം ഭാവത്തിലാണ് ഈ രാഹു സ്ഥിതി ചെയ്യുന്നത്. ഭർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുഷ ദർശനം, അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, എല്ലാവിധ സമ്പത്തുകളും, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റുകളായാലും പാരമ്പര്യമായി കിട്ടിയ ഭൂമി, അതുപോലെ തന്നെ ഗൃഹം, സ്വന്തമായിട്ട് ഉള്ള വരുമാനങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ, തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, സംസാരം, അതുപോലെ തന്നെ ഇടത്തെ കണ്ണ്, വലത്തെ കണ്ണുകൾക്ക് ഭേദമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ കണ്ണുകളുടെ കാര്യത്തിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് കണ്ണുകൾക്ക് ചില ചൊറിച്ചിലോ കണ്ണുകടി പോലെയുള്ള അസുഖങ്ങൾ, ചെറിയ ചെറിയ രോഗാവസ്ഥകൾ ഒക്കെ ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ അതിന് അനുസരിച്ച് നമ്മൾ വളരെ ശ്രദ്ധ വേണം. രോഗം ഉള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ. അതുപോലെ തന്നെ ഈ മകരം രാശിക്കാർക്ക് അഷ്ടമഭാവത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമം എന്ന് പറയുമ്പോൾ സർവപ്രണാശോ വിപദോ അപവാദോ കേതുപ്രദേശവും മാർണസിദാസ്യ മഠാധികം വേസ്മഗദാചിന്തനീയ പുനരഷ്ടമേന എന്ന പ്രമാണപ്രകാരം സർവ ദുഃഖ ദുരിത നാശ ക്ലേശ താപ വ്യയത്തിന്റെ ഭാവത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കേതു എന്ന് പറയുന്ന ഗ്രഹം അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. അത് നിലത്തിരിക്കാത്ത സമയത്ത് കാരണമൊന്നും വേണ്ട, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു. വളരെ സ്നേഹമായിട്ട് ലോഹ്യമായിട്ട് ഉള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ ദമ്പതികളോ മാതാപിതാക്കൾ തന്നെയാണ് എങ്കിലും ഇത്ര സ്നേഹമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബം ഇല്ല എന്ന് പറയും. എന്നാൽ ഈ കേതുവിന്റെയും മറ്റും ദോഷം വന്നു കഴിഞ്ഞാൽ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ
ഒരു കാരണവുമില്ലാതെ ആജന്മ ശത്രുക്കളെ പോലെ പെരുമാറുക. അമ്മയും മകനും, ഭാര്യയും ഭർത്താവും തമ്മിൽ, അതുപോലെ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ, മക്കളും അച്ഛനും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒക്കെ ആജന്മ ശത്രുക്കളെ പോലെ ഒരു ഓഫീസിലാണേലും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. മേലധികാരികളായിട്ട് നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന മകരം രാശിക്കാർ ശ്രദ്ധിക്കണം. ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ തൊഴിൽ തെറിക്കുന്നതിനോ, സ്ഥാനമാനങ്ങൾ തെറിക്കുന്നതിനോ, ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനോ, പണി പോകുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അങ്ങനെയുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ വന്നു ചേരാതിരിക്കുവാൻ ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും രണ്ടാമതോ മൂന്നാമതോ കൂടി ആലോചിച്ചതിന് ശേഷമേ ദേഷ്യപ്പെടുക പോലും ചെയ്യാവുള്ളൂ. സംസാരം വളരെ നിയന്ത്രിക്കണം. സുഹൃത്തുക്കൾക്ക് നമ്മൾ പറയുന്നത് സത്യവും കൃത്യനിഷ്ഠയോടുകൂടിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്രിയ സത്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ മനസ്സിലിരുന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനും നമ്മുടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരിക. തെറ്റ് ചെയ്തവർ മാന്യന്മാരും തെറ്റ് ചെയ്യാത്ത നിങ്ങൾ ഒരുപക്ഷെ നാളെ കള്ളൻ എന്ന് പേര് കേൾക്കുക, അല്ലെങ്കിൽ ഒരു മാന അപമാനങ്ങൾ ഉണ്ടാകുക. എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഒരു സഹായം ചെയ്തു, അല്ലെങ്കിൽ ഒരു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ കിംവദന്തികളൊക്കെ ഉണ്ടാകുവാനൊക്കെ വളരെ സൂചനയുള്ള ഒരു സ്ഥിതിയാണ് ഈ രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥിതി കൊണ്ട് കാണുന്നത്. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ, അഭക്ഷ്യ വസ്തുക്കളൊക്കെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഒരിക്കലേ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുള്ളൂ, അത് ചിലപ്പോൾ ഒരു വലിയ കേസ് വന്നു പെടുന്നതിനുമൊക്കെ സൂചനയുണ്ട്. അങ്ങനെയൊക്കെ സാഹസികമായ കാര്യങ്ങൾ, പൊക്കത്തിൽ കയറുക, ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവര്, പടക്കം പൊട്ടിക്കുക, മിലിറ്ററി ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവര് ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഈ രാഹുവിന്റെ സ്ഥിതി കൊണ്ട്. പ്രത്യേകിച്ച് അധ്യാപകരായിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അവരുടെ പ്രധാന വിഷയം അധ്യാപനത്തിൽ സംസാരം, ലെക്ചറിങ് ഒക്കെ ചെയ്യുന്നവർ, അവർക്ക് വളരെയധികം തെറ്റുകളൊക്കെ സംഭവിച്ച് അത് അവർക്കെതിരെ തന്നെ ചില ആയുധങ്ങളാക്കുവാനും ഒക്കെ സൂചനയുണ്ട്. സംസാരത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുന്നവർ, സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിനും സമുദായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ അത് ബാധകമാണ്. അത് പ്രസ്താവനകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഊതിപ്പെരിപ്പിച്ച് പത്രക്കാരൊക്കെ കഷ്ടമായിട്ട് ചില വ്യക്തികളും ഒക്കെ ശത്രുക്കളായിട്ട് തിരിഞ്ഞ് അപമാനങ്ങളും, സ്ഥാനമാനങ്ങൾ പോയാൽ പോട്ടെ പിന്നെയും കിട്ടും, ഇത് അപമാനങ്ങളും ഒക്കെ വന്നുപെടുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇതായിട്ടാണ് കാണുന്നത്. ഈ രാഹു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൊതുവെ കടങ്ങളൊക്കെ വീടുവാനൊക്കെ യോഗമുണ്ട്. പ്രത്യേകിച്ച് ഒരിക്കലും വീടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കടങ്ങളൊക്കെ വീടുക. അത് ഏതെങ്കിലും തരത്തിൽ, ചിലപ്പോൾ ലോട്ടറി അടിക്കുക, അല്ലെ ആരും തന്ന് സഹായിക്കുക, വിറ്റുപോകാത്ത വസ്തു വിൽക്കുക, പറയുന്ന വിലയ്ക്ക് എടുക്കാൻ ആൾക്കാർ വന്നു ചേരുക, അല്ലെങ്കിൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ഒരു ഗവൺമെന്റോ തത്തുല്യ പദവിയോടുകൂടിയ നല്ല ഒരു ജോലി കിട്ടുക, അതൊക്കെ ഈ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് ഈ 1.5 കൊല്ലത്തിനകം വന്നു ചേരുവാനായിട്ട് ഈ ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും, അതുപോലെ തന്നെ വിജയങ്ങളും, രോഗങ്ങളൊക്കെ മാറി, ഏതെങ്കിലും തരത്തിൽ ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ രോഗങ്ങളുള്ളവർക്ക് അതൊക്കെ മാറി രോഗാവസ്ഥയൊക്കെ വിട്ടുമാറുന്നതിനും, ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മറുഭാഷ അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ, സാങ്കേതിക വിദ്യാരംഗത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനും, പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ധന അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും നാഗരാജാവിന് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ആയില്യ പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതുമൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കി ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.